ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ പോകുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് അവിടെ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്ത് കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്തതാണ്. അട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞങ്ങളിവിടെ എത്തിയ ഗായ്സ്. ഹായ് ഹായ് പറ ഭീമ. ഹായ്. അപ്പൊ ഒരാളും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഭീമാക്ക് ഫോട്ടോ എടുക്ക അതുകൊണ്ട് ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുക്കുവാണ്. മോർണിംഗ് മേക്കപ്പ് ഗെറ്റ് റെഡി. അതിലെ ആളാണ്, മെയിൻ ആളായിരിക്കുന്നത്. ഞാൻ എന്റെ ഹീറോ എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്നില്ലേ? ചെറുതിന്റെ തലയിൽ ഉണ്ട ഉണ്ട. ചിക്കൻ കഴുകാണ്. ഇത് അടുത്ത ആള്. ഹായ് പറ സജിനി. ഫോട്ടോഷൂട്ട് നടക്കാം കേട്ടോ. എവിടെ പോയാലും അവക്കൊരു ഫോട്ടോഷൂട്ട് വേണം. ഭീമയുടെ മോനാണ്, അതവളുടെ ബ്രദറിന്റെ മോളാണ്. ഇത് ബാക്കി വയ്ക്കുന്ന സജിനിയുടെ മോള്. ഹായ് ഹായ് പറ. എന്തിനാൻ പറ്റത്തില്ലയോ? നീ ഹായ് പറ മോള്, ഹായ് പറ. ഓടി അത് ഓടി കേട്ടോ. മറിയാം കേട്ടോ, പേരതാണ്. ആക്കാനാണ് പ്ലാന്. അപ്പം ഇനിയിപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങണം. ബാക്കിൽ ഒരാൾ ഇറച്ചി കഴിക്കൊണ്ടിരിക്കുക, കണ്ടല്ലോ. ഞാനൊന്നും ചെയ്യത്തില്ല കേട്ടോ, ഞാനേ കൊച്ചിനെ കൈ പിടിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. കാരണം ഇവിടെ ഉറങ്ങിയെങ്കിൽ എവിടെയും കിടത്തായിരുന്നു, ഇവിടെ ഉറങ്ങുന്നില്ല. ശരിയല്ല, കഴി മൊത്തം എൻ്റെ ഇതെല്ലാം പോവും, ടേസ്റ്റ് ഒക്കെ പോവും. മോൾ എത്ര നാൾ തൊട്ടാണ് പാചകം പഠിച്ചത്? ഇപ്പൊ നല്ല കുക്കിംഗ് ആയിട്ടാ, നല്ല ടേസ്റ്റ് ഒക്കെ ആണെന്ന് തന്നെ അനീതി പറയുന്നത്. അത് ടേസ്റ്റ് ചെയ്യാൻ വന്നേ ഞാൻ. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ലതാന്ന് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ് സമൂസ. കൊള്ളാം എടുക്കും ഈ സമൂസ. അങ്ങനെ ആക്കാല വേണം. സത്യം സൂപ്പർ സമൂസ. അവിടെ കൊള്ളാട്ടോ സമൂസ. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടപ്പം കൊള്ളാം, അങ്ങനെ വാങ്ങിച്ചതാ. അത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ആദ്യം പറ ഇതിനകത്ത് എന്താ ചേർക്കുന്നത്? ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത്. ഓക്കെ, ഇപ്പം ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നതാണ്. മാരിനേറ്റ് ആണേ. നമ്മളെ കുക്ക് സജിനിയാണ് ഉണ്ടാകും. സജിനി ഒരു അസൽ പാചകക്കാരിയാണ്. സജിനിക്ക് ഭയങ്കര കൈപ്പുണ്യം എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് നോക്കാം ഇന്ന് കഴിച്ചിട്ട് കൈപ്പുണ്യം ഉണ്ടോ ഇല്ലയോ. മാഗ്നേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും നല്ലതായിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സജിനിയാണ് ഇതെന്തെടുക്കുന്ന തക്കാളിയും പേസ്റ്റ് ആക്കും ഇതിൻ്റെ കൂടെ. ഇത് സവാള നമ്മൾ അരിഞ്ഞിട്ടേക്കുക കുക്കർ. ഇത് ഭീമാടം അരി നമുക്ക് കഴുകാം. ഓക്കെ, നമ്മൾ മേടിച്ചേക്കുന്നത് 1.5 കിലോ മന്തി റൈസാണ് കേട്ടോ. ഇത് ഹെൽപ്പ് ചെയ്യോളെ, നേരത്തെ ജോലി ചെയ്തിട്ട് പൊയ്ക്കോ കേട്ടാ. ചേട്ടൻ വരാന്ന് പറഞ്ഞേ കേട്ടാ. ഇത് സർവന്റ് ആണ്. വെച്ചേക്കാവേ. സോറി, ഇത് ഇവിടെ സർവന്റ് ആണ്. പക്ഷെ ഭയങ്കര ആധിപത്യം സ്ഥാപിക്കില്ല. അയ്യോ, നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പൊ എന്തിടണം? ഇപ്പൊ നമ്മള് ഫുഡ് കളർ ചെറുതായിട്ട് ഇച്ചിരി. അപ്പൊ ഇതുവരെ നമ്മള് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, ഇത് മാഗി ക്യൂബ് ആണോ, അതിട്ട് പിന്നെ ഈ ഒരു ലിക്വിഡും കൂടെ ഒഴിക്കാം. ഈ മസാല നമ്മള് ഈ ചിക്കനിലോട്ട് തേക്കാൻ വേണ്ടി വെച്ചു. ഓക്കെ, എന്തൊക്കെയാ പൊടി, മുളക് പൊടി. നമ്മൾ ഫുഡ് കളർ ചേർത്തല്ലോ, അപ്പൊ മുളക് പൊടിയൊക്കെ കുറച്ച് മതി. ഓക്കെ, അപ്പൊ എരിവ് വേണ്ടേ? എനിക്ക് കുരുമുളക് പൊടി ഉണ്ട്. ഓക്കെ. ഇതുവരെ കഴിയില്ല ഇവിടെ അരി കഴുകി. 2 കിലോ അരിയുണ്ട്. കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, തക്കാളി, സവോള. മല്ലിയിലയും കൂടെ വേണമായിരുന്നു, നമുക്കില്ലാത്തതുകൊണ്ട് ബിരിയാണി ടേസ്റ്റ് ആയിപ്പോ ആണോ? നമുക്കൊരു കളി. ഓക്കെ,
ഇത്ര വലിയ പീസ് വേണോ? വലിയ പീസ് എന്ന് പറഞ്ഞാൽ കിട്ടോ? ഈമാക്കേ പിള്ളേർ സൗണ്ട് നല്ലപോലെ അറിയാം. നമ്മളിപ്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് വയ്ക്കണം. അപ്പുറം നല്ല മേടിക്കാം. ചേട്ടാ ഈ പെരയെ തന്നെ ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ അയാൾ ഉറക്കാൻ കിടത്തിയതാ. ഉറങ്ങിയ ആളാ കിടത്തിയപ്പോൾ അങ്ങ് എണ്ണീറ്റ്. ഇനി ഇവളെ ഉറക്കണം. കാരണം ഇവിടെ ഉറക്കി കിടത്തണം. അതുപോലെ അത് 3 പിള്ളേരുണ്ട് വെളിയിൽ. അപ്പോൾ പിള്ളേർ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഉറങ്ങുന്നില്ല. ഭയങ്കര പാടുറങ്ങാൻ. അതുകൊണ്ട് ഞാൻ ഈ പെരയെ തന്നെ ഇരിക്കുക. ഇനിയിപ്പോൾ റെഡിയായിട്ട് അങ്ങോട്ട് പോകണം. ചുമ്മാ അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോവും. എന്നാലും ഇവളെന്ന് ഉറക്കിയെങ്കിൽ അങ്ങോട്ടൊന്ന് പോകാമായിരുന്നു. ഇവളിനിപ്പോൾ ഉറങ്ങുന്നില്ല. അപ്പം അവിടെ നല്ല പാചകം ചേർത്ത് സജിനി മൈനാസിന്. അതിനകത്ത് മുട്ട, പിന്നെ നാരങ്ങ നീര്, പിന്നെ ഉപ്പ്, ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫ്രഷ് ക്രീം ചേർക്കുമോ മൈനസിനകത്ത്? പക്ഷെ നല്ല കൊള്ളാം, ടേസ്റ്റ് ഉണ്ട് കേട്ടോ മൈനസ്. അരി വെന്ത് ഓൾമോസ്റ്റ് സെറ്റ് എല്ലാം സെറ്റായ. അല്ല ഇത് ചിക്കൻ കൂടെ വേവിക്കണം. ചിക്കൻ വേവിക്കണം. ഒരു വെച്ചാൽ ഒരു റൗണ്ട് അരി വെന്ത്. കാരണം വെച്ചാൽ ചെറിയ കുക്കർ ആവുള്ളത്. അപ്പം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു റൗണ്ട് അരി വെന്ത് കഴിഞ്ഞ് ഇനി അടുത്ത ചിക്കൻ്റെ പരിപാടി. ചിക്കൻ എല്ലാം മാഗ്രിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിക്കൻ വറുക്കണോ? ചിക്കനെ നമുക്ക് അത് ഒന്ന് വറുക്കണ്ട, അതൊന്ന് പുഴുങ്ങി എടുത്തിട്ടേ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിനകത്തിട്ടൊന്ന് അപ്പൊ കറക്റ്റ് അൽഫാമിന്റെ ഇതിന് കിട്ടും. അപ്പൊ അൽഫാം കുഴിമന്തിയാണോ? അൽഫാം കുഴിമന്തി കേട്ടോ. അപ്പം നമുക്ക് ഗ്രില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാവത്തിങ്ങളായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇത് പിള്ളേർക്കുള്ള കേട്ടോ. പിള്ളേർക്ക് എരി കുറച്ചാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുരുമുളകും കാര്യം കിട്ടുന്നുണ്ട്. പിള്ളേർ കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇച്ചിരി ആ പിള്ളേർക്ക് പ്രത്യേകം ഇച്ചിരി മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇനി അടുത്ത റൗണ്ട്, സെക്കൻഡ് റൗണ്ടിലോട്ട് അരി വേവിക്കാൻ വെച്ച്. എന്നിട്ട് ഇനി ചിക്കൻ വേവിക്കൂല്ലേ? അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ തീർന്നോ? ചിക്കനും കൂടെ വെന്തിട്ടെടുത്താൽ തീർന്നു. അല്ല ഒന്ന് പിന്നെ ഒന്ന് നമ്മൾ സ്മോക്കൊക്കെ ചെയ്യണം. സ്മോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഫ്ലേവർ കിട്ടത്തില്ല. 2-3 ചിരട്ടക്കരി എടുത്തിട്ട് സ്മോക്കിനടി ചിരട്ട മറ്റേ അതില്ലേ? നീ ഇവിടെ അടുപ്പിലൊന്നും വെക്കത്തില്ലേ? അടുപ്പിൽ ഇല്ലേ? അപ്പൊ ഇനി ചിരട്ട ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം. എന്നാ സ്മോക്കിന് അങ്ങനെ എന്തെങ്കിലും പറ്റുമോ നോക്കാം. ഞാൻ ഇതുവരെ കുഴിമന്തി വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ആണാ? ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കുഴിമന്തി. ആണാ? അപ്പൊ ഇന്ന് നോക്കാം ഉള്ള ടേസ്റ്റ് എങ്ങനെയാണ്. അത് കുഴപ്പമില്ല. അത് ചോറ് അത് ഇരിക്കുമ്പോ അങ്ങ് റെഡി ആവൂടി. അപ്പൊ ഇനി ചിക്കൻ കൂടെ വേവിക്കുമ്പോ കാണിക്കാം. ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ സജിനി എന്നെ കുറിച്ച്? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാ. ഞാൻ ഫസ്റ്റ് ടൈമാ ഞാൻ ഇങ്ങനെ കൂടുന്നത്. ഇതെന്റെ അനീതിയുടെ ഫ്രണ്ടാണ്. പക്ഷെ എന്നാലും ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ്. അത്രയാണ് സത്യം. അപ്പൊ ഇനി അടുത്ത ചിക്കൻ വേവിക്കുമ്പോ കാണിക്കാം. നമ്മൾ ഇനി ചിക്കൻ വെക്കാം. ചിക്കൻ വെക്കാം. സൗണ്ട് കൊള്ളാം. നീ പറയങ്ങോട്ട്. നമുക്കിനി ചിക്കൻ എടുത്തിനകത്ത് അത് പറഞ്ഞല്ലോ വെച്ച് ഒരു വിസിലടിപ്പിക്കാം. ഓക്കെ. എത്ര വിസില്? നമ്മള് ഈ ഇതിനകത്തോട്ട് വെള്ളം തുടക്കില്ല. വെള്ളവും വേണ്ട, എണ്ണയും വേണ്ട. ഇത് നമ്മൾ അങ്ങനെ അങ്ങ് വെക്കും. ഒറ്റ വിസിലടിപ്പിക്കും. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേവിക്കണം. സജിനി ചിക്കൻ ഇതെല്ലാം കൂടെ അത് കൊള്ളുവോ? അല്ല 2 ട്രിപ്പായിട്ട് വെക്കാം. എല്ലാടെ വെച്ച് നോക്കടി. പൊട്ടിത്തെറിക്കട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഒരു പാത്രത്തിൽ സജിനി ഈ ശരീരത്തിൽ തന്നെ നമുക്ക് വെക്കാമല്ലോ. കുക്കറിനകത്ത് ആകുമ്പോൾ കറക്റ്റ് ഇതിന്. സുമിയ നീ ആ കൊച്ചിനെ നോക്കൊച്ചെന്ന് 2 ഒരാൾ കരഞ്ഞാൽ ഒരാൾ എണ്ണിക്കും. കട്ടിലി കിടക്കുന്നത് കട്ടിലിനൊരു താഴത്തോട്ടിടും. കട്ടിലയുടെ താഴെ ഒരു ട്രിപ്പ് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ട്രിപ്പ് വെക്കണം. വേണ്ടേ? അപ്പൊ ഇനി ഇത് വേവട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്കണം. അല്ല നമുക്ക് ഒന്ന് ഇത് മാഗി ക്യൂബ് കിട്ടാം. പിന്നെ എപ്പോഴാ ഇടുന്നേ? വെള്ളം ഇറങ്ങിയല്ലോ ചിക്കൻ. മാഗി ക്യൂബ് ഇട്ടാടി. മാഗി ക്യൂബ് ഒക്കെ ഇട്ടാ എല്ലാം ഇട്ട് അരപ്പ് വെച്ച് വെച്ചത്. ഇനി ഇത് എന്താ ചെയ്യുന്നറിയോ? ഈ ഇരിക്കുന്ന അരപ്പല്ല, ഈ ഇരിക്കുന്ന അരപ്പ് അതിനകത്തോട്ടിടും. എണ്ണയ്ക്കകത്ത് ഒന്ന് വഴറ്റും. ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്ത്. ഓക്കെ. പിന്നെ ഫ്രൈ ചെയ്യുമ്പോ കാണാവേ. നമ്മൾ ഈ അരപ്പ് വെച്ച ചിക്കൻ ഇല്ലേ, ഇത് നമ്മൾ ഇതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും.
ഓക്കെ. അപ്പം അൽഫാം ചിക്കൻ ആയി. ആ ഓക്കെ, ഇനി ഇതിന്റെ റെസിപ്പി പറഞ്ഞുതരാം. ഇതിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന് പറ. ഇതിനകത്ത് സവോള, തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മാഗി ക്യൂബ്, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ചിക്കൻ മസാലപ്പൊടി, ഇച്ചിരി തൈരും കൂടെ മിക്സിക്കകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരപ്പ് തേച്ച്. ഓക്കെ, ഇത് വേവിച്ചിരിക്കട്ടെ. 1/4 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ കുക്കറിനകത്തോട്ട് ഓയിലും എത്ര വിസില്? ഒറ്റ വിസില്. ഓക്കെ, എന്താ അതിനകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും അല്ലേ? രണ്ടാമത്തെ റൗണ്ടാണേ. ഇറക്കി, കാരണം അതിൽ സ്ഥലമില്ല വെക്കാൻ. ഇത് നല്ല അരപ്പ് കേട്ടാ, വെന്തപ്പ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി അത് വേവട്ടെ. അപ്പൊ ഇനി അടുത്ത മന്തി ആവുമ്പം കാണിച്ചു തരാവേ. മന്തി ഓൾറെഡി എല്ലാം ആയി, ഇനി സെറ്റ് ചെയ്താൽ മതി, സ്മോക്ക് ചെയ്താൽ മതി. ഓക്കെ, മോൾ ഉറങ്ങി കേട്ടോ, അതുകൊണ്ടാ ഞാൻ പിന്നെ അടുക്കളയിലോട്ടങ്ങ് പോയി. അവൾ ഉറങ്ങി. ഇനിയിപ്പം എനിക്കൊന്ന് ഇവള് എണ്ണിക്കുന്നതിന് മുമ്പ് കഴിച്ച് തീരണം, എന്നാലേ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾ ഉറങ്ങട്ടെ. ഇത് ഭീമാടെ മോന്, അവനും ഉറങ്ങുക. കില്ലാടി കിടക്കുന്നത്. എൻ്റെ കൈ കുഞ്ഞിരിക്കുന്നു. ഇനി ഇവളവിടെ കിടത്തിയിട്ട് എനിക്കും കഴിക്കണം. അപ്പം എല്ലാം റെഡിയായി. എങ്ങനെയുണ്ട് സുമിയ ചിക്കൻ? അടിപൊളി കേട്ടോ. 8 പീസില്ലേടി? 8 പീസുണ്ട്. വാണ്ട അടി കിടക്കുന്നു. അനിപ്പോ കരയണോ പെണ്ണ? ടേസ്റ്റ് ഉണ്ട്. പോവുകയാണ് ഗായ്സ്. അപ്പം കൊള്ളായിരുന്നു, എന്തായാലും ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സുമിയ? കൊള്ളാം. സജിനി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഭീമ ഇനിയും വരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.